പാർട്ട് 1 IELTS നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് വൊക്കാബുലറീസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 ഈസിലി നമുക്ക് ഏസ് ചെയ്യാൻ പറ്റും. കുറച്ച് വൊക്കാബുലറീസ് ഞാൻ പറയാം. അൺവൈൻഡ്, ചിൽ ഔട്ട്, ഡീസ്ട്രെസ്, റീചാർജ്, ലൂസൺ അപ്പ്, ടേക്ക് ഇറ്റ് ഈസി, സ്വിച്ച് ഓഫ്. കുറച്ച് വൊക്കാബുലറീസ് ആണ്, ഇന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇപ്പോൾ പൊതുവെ ജനറലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഡു യു ലൈക്ക് ട്രാവലിംഗ്, അല്ലെങ്കിൽ റീഡിങ് ബുക്സ്, ഡു യു ലവ് സിംഗിങ്, വാട്ട് യു ഡു ഓൺ യുവർ ലേഷർ ടൈം, അങ്ങനത്തെ ജനറൽ ടോപ്പിക്സ് ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളുടെ കയ്യിൽ വൊക്കാബുലറീസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അൺവൈൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ നോക്കാം. I usually unwind by watching a light-hearted movie. സിമ്പിൾ അല്ലേ? ഞാൻ നല്ലൊരു മൂവി കണ്ടിട്ട് എൻ്റെ ഒരു മനസ്സിനെ ഞാൻ അൺവൈൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിൽ ഔട്ട്. ഓൺ വീക്കെൻഡ്സ് ഐ ചിൽ ഔട്ട് വിത്ത് മൈ ഫാമിലി. വീക്കെൻഡ്സിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡേ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണിത്. ഡീസ്ട്രെസ്. ലിസണിങ് ടു മ്യൂസിക് റിയലി ഹെൽപ്സ് മീ ഡീസ്ട്രെസ് ആഫ്റ്റർ വർക്ക്. ലിസണിങ് ടു മ്യൂസിക് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലത്തെ വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ IELTS വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പാർട്ട് 1 എക്സ്പെഷ്യലി.